നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തലശ്ശേരി സ്റ്റേഷന് ഇന്ന് ഇരട്ടി സന്തോഷം. മധുരം നൽകി സ്പീക്കർ AN ഷംസീർ. ആഘോഷം 2023 പ്രവർത്തന മികവിന് മുഖ്യമന്ത്രിയുടെ ട്രോഫി ലഭിച്ചതിന് പങ്കെടുത്ത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങി AKG ആശുപത്രി. നവീകരിച്ച വിവിധ യൂണിറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. ഇനി കണ്ണൂരിലെ ജനതയ്ക്ക് ലഭിക്കുക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ. ICU കോംപ്ലക്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് മന്ത്രി വീണ ജോർജ്. കേരളത്തിന്റെ ആരോഗ്യനയം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് VN സുധീരൻ. പരാമർശം കിഡ്നി കെയർ കേരള രോഗിമിത്ര അവാർഡ് നൽകുന്നതിനിടെ അവാർഡ് ഏറ്റുവാങ്ങി മേയർ മുസ്ലിഹ് മഠത്തിൽ. രോഗികൾക്കുള്ള ചികിത്സാധനം വർദ്ധിപ്പിക്കണമെന്നും സുധീരൻ. വാർത്തകൾ വിശദമായി. 2023 പ്രവർത്തക മികവിന് മുഖ്യമന്ത്രിയുടെ ട്രോഫി ലഭിച്ച തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ സന്തോഷസൂചകമായി സ്പീക്കർ AN ഷംസീർ മധുരം വിളമ്പി. കണ്ണൂർ പോലീസ് സൂപ്രണ്ട് നിതിൻ രാജ് IPS, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു. പോലീസുകാരുടെ ജനങ്ങളോടുള്ള പെരുമാറ്റം, അന്വേഷണ മികവ്, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഗ്രീൻ പ്രോട്ടോകോൾ, പരാതി പരിഹാരം തുടങ്ങിയ തലശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തന മികവിനാണ് 2023 മുഖ്യമന്ത്രിയുടെ ട്രോഫി തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ലഭിച്ചത്. നിയമസഭാ സ്പീക്കർ AM ഷംസീറിന്റെ നേതൃത്വത്തിൽ സന്തോഷ സൂചകമായി ലഡു വിതരണം നടത്തി. ചടങ്ങിൽ കണ്ണൂർ പോലീസ് സൂപ്രണ്ട് നിതിൻ രാജ് IPS, തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രഹി IAS, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് 14ാം പഞ്ചവത്സര പദ്ധതി 2022-27, 25-26 വാർഷിക പദ്ധതി വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ നടന്നു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PK പ്രമീള ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും നമ്മൾ ആ ഒരു പ്രൊജക്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി നമുക്ക് പറയുന്നത് അധികാരിത്വം എന്നത് നമ്മുടെ ജില്ലയിൽ തന്നെ നമ്മുടെ എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്നത് വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ പഞ്ചായത്തും നല്ല രീതിയിലുള്ള സർവേ നടത്തി. അപ്പോൾ ഇത് നമ്മുടെ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് 2 പേരെ ലിസ്റ്റ് മാത്രമേ കിട്ടാൻ ബാക്കിയുള്ളൂ. ഒരു ബിന്ദു, ഒരു പാതു. 2 ആളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്ലോക്കിൽ തന്നെ അധികാരത്തിന്റെ ഭാഗമായിട്ട് പ്രഖ്യാപനം നടത്താൻ വേണ്ടി സാധിക്കും. അതുകൂടി ഒന്ന് എത്രയും പെട്ടെന്ന് തന്നാൽ നമുക്ക് നല്ല രീതിയിലെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ PMA വൈദ്യുതി ബന്ധപ്പെട്ട് 71 ടാർഗറ്റ് വന്നിട്ടുണ്ട്. അതിൽ 16 പേരോളം എഗ്രിമെന്റ് വെച്ചിട്ടുമുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ശുചിത്വ മേഖലയെ ബന്ധപ്പെട്ട് പറയുന്നു. ശുചിത്വ മേഖലയിൽ നല്ല രീതിയിൽ ഇപ്പൊ പറഞ്ഞു 5 ടൗണോളം മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിക്കാൻ പോകുന്നതൊക്കെ പറയുന്നു. ഒരുപാട് പ്രവർത്തനങ്ങൾ. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനീഷ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് KB പ്രശാന്ത് സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് A പങ്കജാക്ഷൻ വിഷയാവതരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ഗീത ടീച്ചർ പദ്ധതി കരട് അവതരണം നടത്തി. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട 2.5 ലക്ഷം രൂപ വില വരുന്ന ബുള്ളറ്റ് ബൈക്ക് മോഷണം നടത്തിയ കൗമാരക്കാർ ഉൾപ്പെടെ 3 പേർ പിടിയിൽ. കാസർഗോഡ് ആലമ്പാടി റഹ്മാനിയ നഗർ മിനി എസ്റ്റേറ്റിലെ CM മൊയ്തീൻ ഫാസിൽ, ചെർക്കള എടനീരിലെ H മുഹമ്മദ് മുസ്തഫ, വിദ്യാനഗർ സ്വദേശിയായ 17-കാരൻ എന്നിവരെയാണ് കാസർഗോഡ് വിദ്യാനഗർ പോലീസിന്റെ സഹായത്തോടെ വിദ്യാനഗറിൽ വെച്ച് കണ്ണപുരം പോലീസ് പിടികൂടിയത്. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കുമായി കടന്നു കളയവെയാണ് പിടിയിലായത്. കണവരം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ചെറുകുന്ന് ഇട്ടമലിലെ വളപ്പിലെ പീടികയിൽ ഹബീബിന്റെ ബൈക്കാണ് മോഷണം പോയിരുന്നത്. പരാതിയിൽ കണവരം പോലീസ് കേസെടുത്തിരുന്നു. മലപ്പുറത്തേക്ക് പോകാനായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിർത്തിയിട്ട സഹോദരൻ അസീബിന്റെ ഉടമസ്ഥതയിലുള്ള KL 13 AW 1095 നമ്പർ ബുള്ളറ്റ് ബൈക്കാണ് മോഷണം പോയിരുന്നത്. പഴയങ്ങാടി, നീലേശ്വരം എന്നിവിടങ്ങളിൽ നിന്നും ഇവർ ബൈക്ക് മോഷ്ടിച്ചിട്ടുണ്ട്. കണ്ണവരം SI K രാജീവൻ, CPOമാരായ മഹേഷ്, മജീഷ്, അനൂപ്, വിജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവത്തോടനുബന്ധിച്ച് സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ IPRD EK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ പഴയകാല മെമ്പർമാരുടെയും പ്രവർത്തകരുടെയും സംഗമമാണ് പുഷ്പോത്സവ നഗരിയിൽ നടന്നത്. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി രക്ഷാധികാരി UKB നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രത്നാകരൻ PV, ജോയിന്റ് സെക്രട്ടറി MK മൃദുൽ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് അംഗങ്ങളുടെ ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി സ്റ്റേഷന് ഇന്ന് ഇരട്ടി സന്തോഷം. മധുരം നൽകി സ്പീക്കർ AN ഷംസീർ. ആഘോഷം 2023 പ്രവർത്തന മികവിന് മുഖ്യമന്ത്രിയുടെ ട്രോഫി ലഭിച്ചതിന് പങ്കെടുത്ത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ.
അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങിയ AKG ആശുപത്രി നവീകരിച്ച വിവിധ യൂണിറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. ഇനി കണ്ണൂരിലെ ജനതയ്ക്ക് ലഭിക്കുക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ. ICU കോംപ്ലക്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് മന്ത്രി വീണ ജോർജ്. കേരളത്തിന്റെ ആരോഗ്യനയം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് VN സുധീരൻ. പരാമർശം കിഡ്നി കെയർ കേരള രോഗിമിത്ര അവാർഡ് നൽകുന്നതിനിടെ അവാർഡ് ഏറ്റുവാങ്ങി മേയർ മുസ്ലിം മഠത്തിൽ രോഗികൾക്കുള്ള ചികിത്സാധനം വർദ്ധിപ്പിക്കണമെന്നും സുധീരൻ. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തയിലേക്ക്. AKG സഹകരണ ആശുപത്രിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കോംപ്ലക്സ്, ആധുനീകരിച്ച ഫാർമസി, എക്സിക്യൂട്ടീവ് മുറികൾ, ടോക്കൺ ബുക്കിംഗ്, മൊബൈൽ ആപ്പ് എന്നിവയുടെ ഉദ്ഘാടനം നടന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മലബാർ മേഖലയിൽ കണ്ണൂരിലെ ഏറ്റവും തിളക്കത്തോടെ നിൽക്കുന്നതാണ് AKG ആശുപത്രി. കണ്ണൂരിന്റെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന AKG ആശുപത്രി ജനകീയമായി തന്നെ സ്തുത്യർഹമായ സേവനമാണ് നൽകുന്നത്. കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനങ്ങളോടൊപ്പം സഹകരണ മേഖലയിലെ ആശുപത്രികളും സ്വകാര്യ മേഖലയും ചേർന്നാണ് നമ്മുടെ ആരോഗ്യരംഗത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇന്ന് മലബാർ മേഖലയിലെ കണ്ണൂരിലെ ആതുര സേവന രംഗത്തും അതുപോലെ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും ഏറ്റവും തിളക്കത്തോടെയുള്ള പേരായി കണ്ണൂർ AKG ആശുപത്രി മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. കണ്ണൂർ നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് നമ്മുടെ AKG ആശുപത്രി നിലനിൽക്കുന്നത്. സ്തുത്യർഹമായ നിലയിൽ സേവനം നൽകുന്നത്, ജനകീയമായ നിലയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി സഹകരണ മേഖലയിൽ ഈ ആശുപത്രി മാതൃകാപരമായി മുന്നോട്ട് പോകുന്നത്. ഈ അവസരത്തിൽ ആധുനിക കാലത്തിന് ആവശ്യമായിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ ഈ AKG ആശുപത്രിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. അതിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കോംപ്ലക്സ് ഉണ്ട്, ആധുനീകരിച്ച ഫാർമസി ഉണ്ട്, എക്സിക്യൂട്ടീവ് മുറികളുണ്ട്, അതുപോലെ ടോക്കൺ ബുക്കിംഗ്, മൊബൈൽ ആപ്പ് സിസ്റ്റം ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രത്യേകമായിട്ടുള്ള ദീർഘവീക്ഷണത്തിന്, അതോടൊപ്പം തന്നെ കഠിനാധ്വാനത്തിന്, അതോടൊപ്പം ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനം അറിയിച്ചുകൊണ്ട് നമ്മുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കോംപ്ലക്സിൻ്റെ ഉദ്ഘാടനം ഏറ്റവും സന്തോഷത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ AKG സഹകരണ നഴ്സിംഗ് സ്കൂൾ, നഴ്സിംഗ് കോളേജ്, പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയവയും പയ്യന്നൂർ ഐ ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ AKG നേത്രാലയവും AKG ഹെൽത്ത് കെയർ ക്ലിനിക്കും പ്രവർത്തിക്കുന്നുണ്ട്. 22 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും 9 സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളും ആശുപത്രിയിലുണ്ട്. ആശുപത്രി പ്രസിഡന്റ് P. പുരുഷോത്തമൻ സ്വാഗതം പറഞ്ഞു. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. പുതിയ കാലത്തെ മാറ്റത്തിനനുസരിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്ന വൈവിധ്യപൂർണമായ വികസന പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. ഇവിടെ നേരത്തെ ഡിസംബർ 26 ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് നടക്കേണ്ട ചടങ്ങ് സ്വാഗത പ്രസംഗത്തിൽ പുരുഷോത്തമനോട് പറഞ്ഞതുപോലെ പെട്ടെന്നുണ്ടായൊരു സാഹചര്യത്തെ സംബന്ധിച്ചാണ് മാറ്റേണ്ടി വന്നത്. AKG ആശുപത്രി മുൻ പ്രസിഡന്റും MLAയുമായ TI മധുസൂദനൻ ആധുനീകരിച്ച ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗ്രഹിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെട്ടു വരികയും ചെയ്തതിന് ഒരു ഘട്ടം പൂർത്തിയാവുന്നു എന്നുള്ളതാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ICU കോംപ്ലക്സ്, ആധുനീകരിച്ചിട്ടുള്ള ഫാർമസി,
കിടത്തി ചികിത്സിക്കാൻ മുറികളില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിച്ചു വന്നിരുന്ന ഒരു പ്രശ്നം. ചെറിയ പരിഹാരമായിട്ടുള്ള എക്സിക്യൂട്ടീവ് മുറികൾ ഇവിടെ ടോക്കൺ ബുക്ക് ചെയ്യണമെങ്കിൽ അതിരാവിലെ വന്ന് ക്യൂ നിന്ന് വാങ്ങേണ്ടി വരുന്ന നിലയിൽ നിന്ന് ഇന്നത്തെ ഒരു കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റം അത് തീർച്ചയായിട്ടും ഏറ്റവും ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. മുൻ MLA MV ജയരാജൻ എക്സിക്യൂട്ടീവ് മുറികൾ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ആശുപത്രികളും സഹകരണ ആശുപത്രികളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് പാവപ്പെട്ടവർക്കാകെ ആശ്രയിക്കാൻ കഴിയുന്ന ആശുപത്രി. അതോടൊപ്പം സ്വകാര്യ മേഖലയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ആശുപത്രികളും ഉണ്ട് എന്ന കാര്യം ഞാൻ കാണാതിരിക്കുന്നില്ല. പക്ഷേ സഹകരണ ആശുപത്രികൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. AKG ആശുപത്രി സെക്രട്ടറി K വികാസ് നന്ദി രേഖപ്പെടുത്തി. സിറ്റി ന്യൂസ് കണ്ണൂർ. പയ്യന്നൂർ നഗരസഭ സംഘടിപ്പിക്കുന്ന 3ാമത് പയ്യന്നൂർ സാഹിത്യോത്സവത്തിന് തുടക്കമായി. 4 ദിവസം 4 വേദികളിലായി ഒരേ സമയം നടക്കുന്ന പരിപാടികളുടെ ഔപചാരിക ഉദ്ഘാടനം നടന്നു. സാഹിത്യകാരന്മാരായ രാം പുനിയാനി, M മുകുന്ദൻ, മുക്ത, നരേന്ദ്ര ദാബോൽക്കർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. സാഹിത്യോത്സവം 19-ന് സമാപിക്കും. നോവലുകളും തലയെഴുതിയിട്ടുള്ള കൃതികളും ഒക്കെ നമ്മുടെ സംസ്കൃതിയുടെ ഈടുവയ്പ്പുകൾ, നമ്മുടെ ഭാഷയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈടുവയ്പ്പുകളാണ്. അപ്പം നമ്മൾ അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഇവരൊക്കെ നമ്മുടെ സമൂഹത്തെ ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇവർ മനുഷ്യാവസ്ഥകളെ ഈ രീതിയിലൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്, അത് നമ്മുടെ മുന്നിലുണ്ട്. അതിൽ നിന്ന് വേണം നമ്മൾ പുതുതായിട്ട് തുടങ്ങാൻ. അല്ലാതെ നമ്മളായിട്ടല്ല തുടങ്ങുന്നത്. ഒരാൾ ഇപ്പോഴെഴുതുന്ന ഒരു നോവൽ കൊണ്ടുവരുന്നു, ഞാൻ നോവൽ എഴുതി, അത് വിറ്റുപോകുന്നു, അതിൻ്റെ പതിപ്പുകൾ ഇറങ്ങുന്നു. ജനുവരി 19 വരെയുള്ള 4 ദിവസങ്ങളിലായി ഗാന്ധി പാർക്ക്, ഗവൺമെന്റ് ഗേൾസ് സ്കൂൾ, BEMLPU സ്കൂൾ, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ 4 ഓഡിറ്റോറിയങ്ങളിൽ രാവിലെ മുതൽ ഒരേ സമയം വിവിധ പരിപാടികൾ അരങ്ങേറും. വിവിധ ചാനൽ ചർച്ചകളിലും പ്രഭാഷണങ്ങളിലും സുഭാഷ് ചന്ദ്രൻ, സുനിൽ P ഇളയടം, S ഹരീഷ്, EV രാമകൃഷ്ണൻ, R രാജശ്രീ, നിഷാദ് നാരായണൻ, ഷീജ വക്കം, KP രാമനുണ്ണി, PN ഗോപികൃഷ്ണൻ, റഫീഖ് അഹമ്മദ്, മുഹമ്മദ് അബ്ബാസ്, GR ഇന്ദുഗോപൻ, E സന്തോഷ് കുമാർ, സന്തോഷ് ഏച്ചിക്കാനം, അംബിക സുധൻ മാങ്ങാട്, തനൂജ ഭട്ടത്തിരി, വിനോദ് കൃഷ്ണ, ഗായത്രി വർഷ, K ശ്രീകുമാർ, ജിൻഷ ഗംഗ തുടങ്ങി പല തലമുറയിലെ 100ഓളം എഴുത്തുകാർ പങ്കെടുക്കും. ഭിന്നശേഷി കലാമേള, ബാലസാഹിത്യോത്സവം, രചനാ മത്സരം, P ജയചന്ദ്രൻ അനുസ്മരണം, വനിതാ സാംസ്കാരികോത്സവം, ആരോഗ്യ പ്രവർത്തക സംഗമം, വനിതാ ലൈബ്രറി പ്രവർത്തക സംഗമം, അങ്കണവാടി ജീവനക്കാരുടെ സംഗമം, കുടുംബശ്രീ സംഗമം, വയോജന സംഗമം, പൂരക്കളി, മറുത്തുകളി, നാടകം, സംഗീത ശില്പം, മാജിക് ഷോ തുടങ്ങിയവയും സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. ഗാന്ധി പാർക്കിൽ പുസ്തകോത്സവവും D മനോജ് വൈക്കത്തിന്റെ ഫോട്ടോ പ്രദർശനവും നടന്നു. 19-ന് വൈകിട്ട് 4:30-ന് ഗാന്ധി പാർക്കിൽ നടക്കുന്ന സമാപന സമ്മേളനം എസ്തർ അനന്തമൂർത്തി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഓൾ ഇന്ത്യ പാരാമിലിറ്ററി ഫോഴ്സ് എക്സ് സർവീസ്മെൻ വെൽഫെയർ അസോസിയേഷൻ ജനറൽ ബോഡി യോഗം ജവഹർ ഓഡിറ്റോറിയത്തിൽ നടന്നു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലെ അഭിമാനോജ്വലമായ പുണ്യം നിറഞ്ഞ ഒരു പരിപാടിയാണ് നിങ്ങളുടെ ഏത് പരിപാടി. ഡിഫൻസ് സർവീസിൽ ജോലി ചെയ്യുന്നവരുടെ ചെറുതും വലുതുമായ പരിപാടികൾ ക്ഷണിച്ചാലില്ലെങ്കിലും അറിയുന്നവരുടെ വീടുകളിലെ കല്യാണങ്ങളോ ഏത് പരിപാടികളുണ്ടായാലും അവൈലബിൾ ആണെന്ന് ഞാൻ വിളിച്ചു. കാരണം നിങ്ങളുടെ സേവനങ്ങളെ ഞാൻ അതൊരു മുഖോയെന്ന് ഞാൻ തീർച്ചയായിട്ടും BSFകാരുടെ കാര്യം പറഞ്ഞു. അതുകൊണ്ട് അംഗമായിരുന്നപ്പോൾ അതിൻ്റെ ശ്രമിച്ചു പ്രാധാന്യമില്ല. ആ ബോർഡ് റോഡ്സിനെ കാങ്കോട് റോഡ് KV സുമേഷ് MLA ഡയറക്ടറി പ്രകാശനം ചെയ്തു. സർക്കാരിലേക്ക് നൽകാനുള്ള എക്സ് സർവീസ് മാൻമാരുടെ നിവേദനം KV നാരായണൻ MLAക്ക് കൈമാറി. രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും വിശിഷ്ട സേവാ മെഡൽ നേടിയ ബൈജു കൊട്ടായിയെയും 2024-ൽ CRPF, BSF, CISF, ITBP വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ചവരെയും മുൻ MLA TV രാജേഷ്
പത്മശ്രീ അവാർഡ് ജേതാവ് SRD പ്രസാദ് ഗുരുക്കൾ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. അതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള കേശ് അവാർഡ് വിതരണവുമുണ്ടായി. പ്രസിഡന്റ് സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി C ബാലകൃഷ്ണൻ, VV സുരേന്ദ്രൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ വില്ലേജ് ഓഫീസിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സമർപ്പണം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. നസീമ ഉരുവച്ചാലിനുള്ള നികുതി ചീട്ട് പ്രിന്റ് എടുത്ത് നൽകിയാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. KV റഫീഖ്, സഫിയ എന്നിവർക്ക് തണ്ടപ്പേർ അക്കൗണ്ടും നൽകി. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന സ്ഥാപനമാണ് വില്ലേജ് ഓഫീസ്. ആ വില്ലേജ് ഓഫീസുകളിൽ ഇതുപോലത്തെ സൗകര്യങ്ങൾ അനുഭവപ്പെടുന്ന സൗകര്യം നിങ്ങൾക്കുണ്ട്, സാധാരണ ജനങ്ങൾക്കും. അത് പ്രയോജനമാക്കാൻ ഗുണനിലവാരത്തിൻ്റെ ശാസ്ത്രീയമായ പരിപാലനം, ജനങ്ങൾക്കതിന് സേവനം തുടങ്ങിയ കാര്യങ്ങളിൽ വളരെ ആത്മാർത്ഥമായ സഹകരണവും പങ്കാളിത്തമുണ്ടായിരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി പരിപാടികളുണ്ട്, സംസാരിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങൾക്കൊന്നും കടന്നു പോകുന്നില്ല. നിങ്ങളെവരെയും കാണാൻ സാധിച്ച സന്തോഷമുണ്ട്. നിങ്ങളെവരുടെയും നിർവാഹത്തോടെ അനുഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ ഈ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഭക്തഭക്തി നിർവഹിക്കുന്നതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ ആയുരാരോഗ്യവും സന്തോഷവും തൃപ്തി ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ സമർപ്പിക്കുന്നു. ജനങ്ങൾ ഏറ്റവും അധികം അടുത്തിടപഴകുന്ന ഓഫീസുകളിൽ ഒന്നാണ് വില്ലേജ് ഓഫീസ്. ജനസേവനം മെച്ചപ്പെടുത്താൻ വില്ലേജ് ഓഫീസുകൾ ഡിജിറ്റൽ ആക്കേണ്ടതുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 8 വില്ലേജ് ഓഫീസുകളിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. 2 വീതം ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, പ്രിന്റർ ഉപകരണങ്ങളാണ് വില്ലേജുകളിൽ ലഭ്യമാക്കിയത്. കണ്ണൂർ താലൂക്ക് തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ്, ഭൂരേഖ തഹസിൽദാർ മനോജ് കുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ KV ഷാജു, വില്ലേജ് ഓഫീസർമാരായ KK ജയദേവൻ, PV അജിത് കുമാർ, താലൂക്ക് വികസന സമിതി അംഗം ഗിരീശൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. കണ്ണൂർ ജില്ലാ സംഘൽ മാതൃഭാരതി സംഘടിപ്പിക്കുന്ന മാതൃഭാരതി സംഗമം തോട്ടട ഉമാമഹേശ്വര വിദ്യാലയത്തിൽ നടന്നു. NSG കമാൻഡോ PV മനീഷ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മുഖ്യമായിട്ട് സ്വാർത്ഥത അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾ വന്നത്, അതിലേറ്റവും ഞങ്ങളെ കുട്ടികളെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിക്കുന്നത് എങ്ങനെ വളരെയേറെ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറാം എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം എന്ന രീതിയിൽ നമ്മൾ മലയാളികൾ നമ്മുടെ വീട്ടിൽ കരണ്ട് പോയാൽ നമ്മൾ ആദ്യം അപ്പുറത്തെ വീട്ടിലാണ് നോക്കുക. അതൊരു സത്യമാണ്. എൻ്റെ വീട്ടിൽ കരണ്ട് പോയാൽ എൻ്റെ അമ്മ ആദ്യം എൻ്റെ മകനോട് പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ തെച്ചുകൊടുത്തിയുടെ വീട്ടിൽ, അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് തെച്ചുകൊടുത്തി, LPRT എന്നൊക്കെ, തെച്ചുകൊടുത്തിയുടെ വീട്ടിൽ കരണ്ട് ഉണ്ടോ എന്ന് നോക്കുന്നു പറയും. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ മകൻ ആദ്യം പോയി നോക്കിയിട്ട് പറയും, അമ്മമ്മയെ കരണ്ടില്ല. അപ്പോൾ അമ്മ പറയും സമാധാനമാണ്. കാരണം സ്വന്തം വീട്ടിൽ കരണ്ടില്ലാതെ അപ്പുറത്തെ വീട്ടിൽ കരണ്ട് ഉണ്ടാവുന്ന മാനസികാവസ്ഥ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പോലും പറ്റില്ല. അതൊരു സ്വാർത്ഥതയാണ്. ആ സ്വാർത്ഥതയുടെ മനോഭാവത്തിലാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികളെ വളർത്തുന്നത് ഈ സമൂഹത്തിൽ നല്ലൊരു മനുഷ്യനായി. വിവിധ കലാപരിപാടികളോടെ നടന്ന പരിപാടിയിൽ മാതൃഭാരതി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ അധ്യക്ഷത വഹിച്ചു. BVN സംസ്ഥാന നൈതിക ശിഷ്യൻ പ്രമുഖ് പ്രമോദ് കുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു. ഷബ്ന ജിജേഷ്, ശ്രീഷ്മ രഞ്ജിഷ്, രമ്യ M, മാതൃഭാരതി ജില്ലാ പ്രസിഡന്റ് ഉഷ പ്രദീപ്, സോജ സുനിൽ, BVN ജില്ലാ സെക്രട്ടറി AK സുരേഷ് കുമാർ, BVN ജില്ലാ അധ്യക്ഷൻ പത്മനാഭൻ, ശ്രീ ഉമാമഹേശ്വര സ്കൂൾ സെക്രട്ടറി ശ്രീജിത്ത്, BVN മാതൃഭാരതി സംസ്ഥാന സെക്രട്ടറി ഗാന നിജിൽ, മാതൃസമിതി ട്രഷറർ മല്ലിക S തുടങ്ങിയവർ പങ്കെടുത്തു. മാതൃസമിതി അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആരോഗ്യരംഗത്ത് കേരളം മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണെങ്കിലും കേരളത്തിലെ ആരോഗ്യ നയം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും മുൻ സ്പീക്കറുമായ VN സുധീരൻ പറഞ്ഞു. കിഡ്നി കെയർ കേരളയുടെ രോഗിമിത്ര അവാർഡ് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഖ് മഠത്തിന് കൈമാറിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ കോർപ്പറേഷൻ കേരളത്തിന് തന്നെ മാതൃകയാണ്.
സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ യഥാസമയം അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ ഒന്നാം സ്ഥാനത്തെന്നത് കോർപ്പറേഷനിലെ ഓരോ കൗൺസിലർക്കും അഭിമാനിക്കാവുന്നതാണ്. സമൂഹത്തിൽ വിഷമം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ള നല്ല പദ്ധതിയാണിത്. എന്നാൽ കിഡ്നി രോഗികൾക്ക് പ്രതിമാസം 4000 രൂപയാണ് സർക്കാർ ചികിത്സയ്ക്കായി നൽകുന്നത്. ഇത് അപര്യാപ്തമാണ്. കൂടുതൽ ആനുകൂല്യത്തിനായി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള ശ്രമത്തിന് താനും ഒപ്പം നിൽക്കാമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പല രോഗം വന്ന് ചികിത്സ നടത്തുന്നതിനേക്കാൾ അത് വരാതിരിക്കാൻ തങ്ങൾ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നാം കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളിലും മായം കലർന്നതാണെന്ന കാര്യം പറയാതെ വയ്യ. എന്നാൽ വിഷാംശം കലരാത്ത ഭക്ഷണം കഴിക്കുന്നത് ഒരു ശീലമാക്കുന്നതും രോഗം കുറയ്ക്കാൻ ഒരു പരിധിവരെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിന് തുടക്കം കുറിച്ചത് അന്ന് പ്രിയപ്പെട്ട സഹോദരൻ മോഹൻ കോർപ്പറേഷൻ മേയറായ കാലത്താണ്. ഞാൻ പ്രിയപ്പെട്ട മോഹനെ ആർദ്രമായി അഭിവാദ്യം ചെയ്തു. തൻ്റെ മുൻഗാമിയുടെ പാത പിന്തുടർന്നുകൊണ്ട് മോഹനെ പോലെ തന്നെ അതേ നിശ്ചയദാർഢ്യത്തോടുകൂടി അതേ പ്രതിബദ്ധതയോടുകൂടി പ്രയാസമനുഭവിക്കുന്ന ഈ സഹോദരങ്ങൾക്ക് സർക്കാർ നിശ്ചയിച്ച ആനുകൂല്യങ്ങൾ തെല്ലും മുടക്കം കൂടാതെ കൃത്യമായി അവരിലേക്ക് എത്തിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷൻ നടത്തിവരുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മേയർ മുസ്ലിം മഠത്തിൽ ആ പ്രിയ സഹോദരനെ നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എന്നെ വ്യക്തിപരമായ നിലയിലും ആത്മമായി പദ്ധതികൾക്ക് തുടക്കം കുറിച്ച മുൻ മേയർ അഡ്വക്കേറ്റ് ടി.എം. മോഹനനും ചടങ്ങിൽ വെച്ച് സുധീരൻ പുരസ്കാരം കൈമാറി. കിഡ്നി കെയർ കേരളയുടെ ചെയർമാൻ പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി JS സുനിൽ, ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിയാത്തങ്ങൾ, സുരേഷ് ബാബു എളിയാവൂർ, ഷമീമ ടീച്ചർ, MP രാജേഷ്, VK ശ്രീലത, കൗൺസിലർമാരായ ഷാഹിന മൊയ്തീൻ, A കുഞ്ഞമ്പു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ലൈഫ് ഇൻഷുറൻസ് ദേശസാൽക്കരണ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ ജീവനക്കാരും ഡെവലപ്മെന്റ് ഓഫീസർമാരുടെയും ഏജന്റുമാരുടെയും സംയുക്ത നേതൃത്വത്തിൽ കവാട യോഗങ്ങൾ നടന്നു. കണ്ണൂരിൽ നടന്ന യോഗം LIC എംപ്ലോയീസ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. പൊതുമേഖലയിലെ LICയെ ശക്തിപ്പെടുത്തുന്നതിനു പകരം സ്വകാര്യ കമ്പനികൾക്ക് വേണ്ടി നിയമപരമായ നിയന്ത്രണങ്ങളിൽ ഇളവുകൾ നൽകുന്നതിനും ഇൻഷുറൻസിലെ വിദേശ നിക്ഷേപ പരിധി 100% നിയമനിർമ്മാണത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാട്ടത്തിനിറങ്ങാൻ സംഘടനകൾ ആഹ്വാനം ചെയ്തു. ഇന്ത്യയിൽ ലൈഫ് ഇൻഷുറൻസ് വ്യവസായത്തിൻ്റെ ദേശസാൽക്കരണത്തിൻ്റെ 70ാമത്തെ ദിനം വരാൻ പോവുകയാണ്. ഈ വരുന്ന ഞായറാഴ്ചയാണ് 70ാമത് ദേശസാൽക്കരണ ദിനം. എന്ന് വെച്ചാൽ 69 വർഷം പൂർത്തിയാക്കി നമ്മൾ 70ാമത്തെ വർഷത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം ഈ സ്ഥാപനം രൂപീകരിക്കപ്പെട്ടത് ഏത് സാഹചര്യത്തിലായിരുന്നു എന്നുള്ളത്. 245ഓളം സ്വകാര്യ കമ്പനികൾ ഇന്ത്യയിലെ ജനങ്ങളെ ഇൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇൻഷുറൻസ് എന്നുള്ള പേരിൽ അവരുടെ മറ്റ് വ്യവസായങ്ങൾക്കുള്ള മൂലധനം കണ്ടെത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ ആഗ്രഹത്തിനോ അവരുടെ ആവശ്യത്തിനോ അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ വെറും ചൂഷണം മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരുടെ ഒന്നും സമ്മതമില്ലാതെ ഒരു ദിവസം രാവിലെ, ഇന്ന് നമ്മൾ പറഞ്ഞാൽ ജനുവരി 19-ാം തീയതി രാവിലെ അവരുടെ ഒക്കെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ നിയമപാലകരെ അണിനിരത്തിക്കൊണ്ട് പിടിച്ചെടുത്തിട്ടാണ് അന്നത്തെ സർക്കാർ ഈ ഒരു ദേശസാൽക്കരണം നടപ്പിലാക്കിയത് എന്ന് നമുക്കറിയാം. M മോഹനൻ LICAOI അധ്യക്ഷത വഹിച്ചു. MK പ്രേംജിത്ത് LICEU, K ജയപ്രസാദ് NFIFWI, P പ്രേമരാജൻ AILIAF, O സജീവൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ബ്രാഞ്ച് 1 AP രജില, PK ജുപിത്ത് എന്നിവരും തലശ്ശേരി ബ്രാഞ്ച് 2 PV രാജീവൻ, V ഷിജു, K രമേശൻ, P അശോകൻ എന്നിവരും സംസാരിച്ചു. മട്ടന്നൂരിൽ G ഉത്തമൻ, K ഷിറോസ്, K ദിവാകരൻ, തളിപ്പറമ്പിൽ MK മോഹനൻ, K ഗണേശൻ, ബെന്നി മാത്യു, U ഭവാനി, പയ്യന്നൂരിൽ KV വേണു, M സായുജ്, രമേഷ് പുതിയറക്കൽ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. വ്യാജ ബയോ ക്യാരി ബാഗുകൾ വ്യാപകം. അസിസ്റ്റന്റ് കളക്ടറുടെ നേതൃത്വത്തിൽ എൻഫോഴ്സ്മെന്റ് പരിശോധന. രഹന പ്ലാസ്റ്റിക്, TK സുലൈമാൻ ആൻഡ് സൺസ്, മാരുതി ട്രേഡേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ ഗോഡൌണുകളും സംഘം പരിശോധിച്ചു. ഹാജി റോഡിലെ രഹന പ്ലാസ്റ്റിക്സിൽ നിന്നും നിരോധിത ഉൽപ്പന്നങ്ങൾ പിടികൂടി. സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി.
കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിലെ പ്ലാസ്റ്റിക് മൊത്ത വ്യാപാരികളുടെ കടകളിൽ അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേഷ് സായി കൃഷ്ണ IASന്റെ നേതൃത്വത്തിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തി. രഹ്ന പ്ലാസ്റ്റിക്, TK സുലൈമാൻ ആൻഡ് സൺസ്, മാരുതി ട്രേഡേഴ്സ് എന്നീ സ്ഥാപനങ്ങളുടെ ഗോഡൌണുകളും സംഘം പരിശോധിച്ചു. വിൽപ്പനക്കായി സൂക്ഷിച്ച വിവിധ ബയോ കാരി സാമ്പിളുകൾ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധിച്ചു. റിയോ, ഭാരത്, എക്കോ, ET ടെക് എന്നീ ബ്രാൻഡുകളിൽ ലഭ്യമായവ വ്യാജ ബയോ കാരി ബാഗുകളാണെന്ന് കണ്ടെത്തി. 3 ബ്രാൻഡുകളിൽ നിന്നുള്ള സാമ്പിളുകളും ഡൈക്ലോറോമിഫൈൻ ടെസ്റ്റിൽ പരാജയപ്പെട്ടു. പരിശോധനയിൽ ഹാജി റോഡിലെ രഹ്ന പ്ലാസ്റ്റിക്സിൽ നിന്നും നിരോധിത ഉൽപ്പന്നങ്ങളായ പേപ്പർ വാഴയില, തെർമോകോൾ പ്ലേറ്റുകൾ, പേപ്പർ പ്ലേറ്റ് എന്നിവയും സംഘം പിടിച്ചെടുത്തു. 10,000 രൂപ പിഴ ചുമത്തി. തുടർന്ന് നടപടികൾ എടുക്കാൻ കണ്ണൂർ കോർപ്പറേഷന് സ്ക്വാഡ് നിർദ്ദേശം നൽകി. അസിസ്റ്റന്റ് കലക്ടർ ഗ്രന്ഥേഷ് സായി കൃഷ്ണ IASനോടൊപ്പം സ്ക്വാഡ് ലീഡർ ലജി M, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയകുമാർ, ഷെരീഖുൽ അൻസാർ, എൽന ജോസഫ്, ദീപവല്ലി, ദിബിൻ CK എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിയാരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞതിന് 3 കേസുകളിലായി 20,000 രൂപ പിഴ ചുമത്തി. മാലിന്യങ്ങൾ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് നിന്നും എടുത്തുമാറ്റാൻ 3 കക്ഷികൾക്കും സ്ക്വാഡ് നിർദ്ദേശം നൽകി. അമ്മാനപ്പാറയിലെ ചെങ്കൽപ്പണയിൽ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ അടക്കം തള്ളിയതായി സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട്. അമ്മനപ്പാറയിലെ ചെങ്കൽപ്പണയിൽ വീട്ടിൽ നിന്നുള്ള മാലിന്യങ്ങൾ തള്ളിയതിന് പ്രീത, പ്രേമരാജൻ എന്നീ വ്യക്തികൾക്ക് 5,000 രൂപ വീതം സ്ക്വാഡ് പിഴ ചുമത്തി. പാച്ചേനി തിരുവട്ടൂർ റോഡിൽ പൊതുറോഡിനോട് ചേർന്ന് കാട് കയറി കിടക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മാലിന്യങ്ങൾ തള്ളിയതിന് IFM ഇന്ത്യ എന്ന സ്ഥാപനത്തിന് സ്ക്വാഡ് 10,000 രൂപ പിഴയിട്ടു. സ്ഥാപനത്തിൽ നിന്നുള്ള നിലം തുടക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഡിറ്റർജന്റ് സൂക്ഷിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികളും അടക്കമുള്ള മാലിന്യങ്ങളാണ് സംഭവസ്ഥലത്ത് തള്ളിയത്. മാലിന്യങ്ങൾ ഉടൻ തന്നെ സംഭവസ്ഥലത്ത് നിന്ന് എടുത്തുമാറ്റാൻ 3 കക്ഷികൾക്കും സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം അലൻ ബേബി, ദിബിൽ CK, പരിയാരം ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ അഞ്ജലി MV തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 7,435, പവന് 59,480 രൂപ, വെള്ളി 101 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തലശ്ശേരി സ്റ്റേഷൻ ഇന്ന് ഇരട്ടി സന്തോഷം. മധുരം നൽകി സ്പീക്കർ AN ഷംസീർ. ആഘോഷം 2023 പ്രവർത്തന മികവിന് മുഖ്യമന്ത്രിയുടെ ട്രോഫി ലഭിച്ചതിന് പങ്കെടുത്ത് സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ. അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുങ്ങിയ AKG ആശുപത്രി നവീകരിച്ച വിവിധ യൂണിറ്റുകൾ ഉദ്ഘാടനം ചെയ്തു. ഇനി കണ്ണൂരിലെ ജനതയ്ക്ക് ലഭിക്കുക സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ. ICU കോംപ്ലക്സ് ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചത് മന്ത്രി വീണ ജോർജ്. കേരളത്തിന്റെ ആരോഗ്യനയം കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് VN സുധീരൻ. പരാമർശം കിഡ്നി കെയർ കേരള രോഗിമിത്ര അവാർഡ് നൽകുന്നതിനിടെ അവാർഡ് ഏറ്റുവാങ്ങി മേയർ മുസ്ലിഹ് മഠത്തിൽ. രോഗികൾക്കുള്ള ചികിത്സാധനം വർദ്ധിപ്പിക്കണമെന്നും സുധീരൻ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.